ഈശോ സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിക്കുകയാണ്. 12 അപ്പോസ്തലന്മാരെ പേര് ചൊല്ലി വിളിക്കുന്ന സംഭവമാണ് സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ ഏറ്റവും ഭംഗിയുള്ള 2 പേരുകൾ, അതൊന്ന് പത്രോസിൻ്റേതും മറ്റൊന്ന് യൂദാസ് കറിയോത്തോടേതുമാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഭംഗിയുള്ളത് എന്ന് പറഞ്ഞത്? കാരണം ഈ 2 പേരുകൾ നമുക്ക് ഒത്തിരിയധികം പ്രത്യാശ നൽകുന്നുണ്ട്. ഈ 12 പേരെയും ഈശോയ്ക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് വചനം നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്നത്, അവൻ തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. ആ ഇഷ്ടമുണ്ടായിരുന്നവരിൽ ഈ 2 പേരുമുണ്ട്. ഈ 2 പേരും നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസത്തിൻ്റെ സൂചന നൽകുന്നുണ്ട്. കാരണം ഈശോ പത്രോസിനെ ഇഷ്ടപ്പെട്ടു വിളിച്ചു, യൂദാസിനെയും ഇഷ്ടപ്പെട്ടു വിളിച്ചു. അപ്പോൾ 2 പേരുടെയും ജീവിത രീതി എങ്ങനെ ആയിരിക്കുമെന്ന് ഈശോയ്ക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട്. എന്നിട്ടും ഈശോ അവരെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ഈശോ മുൻവിധികളില്ലാതെ, മുൻധാരണകളില്ലാതെ 2 പേരെയും സ്നേഹിച്ചു, സ്വീകരിച്ചു. പക്ഷേ ഇവിടെ പത്രോസ് പിന്നീട് ഈശോയെ തള്ളിപ്പറയുന്നുണ്ട്, ഈശോയെ വിട്ടകന്ന് മാറുന്നുണ്ട്. യൂദാസും ഈശോയെ ഒറ്റിക്കൊടുക്കുന്നുണ്ട്, മാറുന്നുണ്ട്. പക്ഷേ പത്രോസ് തിരികെ വന്നപ്പോൾ ഈശോ അവനെ സ്വീകരിക്കുന്നുണ്ട്. യൂദാസ് തിരികെ വരാത്തത് കൊണ്ടും അവൻ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയത് കൊണ്ടുമാണ് ഈശോയെ അവന് നഷ്ടമായത്. അപ്പം ഈ 2 പേരുകളും നമുക്ക് നൽകുന്നൊരു സൂചന, നമ്മളും ഇതുപോലെ ഈശോയെ തള്ളിപ്പറയുന്നവർ, ഒറ്റിക്കൊടുക്കുന്നവരൊക്കെ ആയിരിക്കും. പക്ഷേ തിരികെ വന്നാൽ അവൻ ആ പഴയ ഇഷ്ടം അപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളൊരു സൂചനയാണ്. കാരണം യൂദാസ് ഈശോയെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുന്ന വേളയിൽ ഈശോ യൂദാസിനെ വിളിക്കുന്നത് സുഹൃത്തെ എന്ന് തന്നെയാണ്. അതിനു മുമ്പും അവൻ അവരെ വിളിച്ചിരുന്നത് സുഹൃത്തെ എന്നാണ്. അപ്പോൾ നമ്മൾ അവനോട് ദേഷ്യം കാണിക്കുമ്പോഴോ, അവനെ ഒറ്റിക്കൊടുക്കുമ്പോഴോ, തള്ളിപ്പറയുമ്പോഴോ അവൻ്റെ സ്നേഹത്തിന് യാതൊരു മാറ്റവുമില്ല. അവൻ എപ്പോഴും പഴയതുപോലെ തന്നെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പം ഈ വചനം നമ്മളോട് പറയുന്നത്, തെറ്റിപ്പോയാലും ഈശോയ്ക്ക് വളരെ വ്യക്തമായി അറിയാം നമ്മൾ തെറ്റിപ്പോകുന്നവരും പിഴവ് ചെയ്യുന്നവരുമാണ്. പക്ഷേ തെറ്റിപ്പോയാലും പിഴവ് ചെയ്താലും അവൻ്റെ അടുക്കിലേക്ക് തിരികെ വരാനുള്ള മനസ്സ് നമുക്കുണ്ടാകണമെന്ന് ഈ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും തെറ്റിപ്പോയ മനുഷ്യർ നമ്മളോട് മാപ്പ് അപേക്ഷിച്ച് തിരികെ വരുമ്പോൾ അവരെ സ്വീകരിക്കുവാനും അവരോട് ക്ഷമയും സ്നേഹവും കാണിക്കുവാനും നമുക്കാകണമെന്നും സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ വചനം ധ്യാനിക്കുമ്പോൾ ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.